Prismatic World by Jiva. Love is the best ingredient. So be in love. Like, share and subscribe. Prismatic വേൾഡിലെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് എനിക്ക് ക്രിസ്മസ് ലുക്കാന്ന് എടുത്ത് പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലെ ഒരു വൈറ്റ് ഹെയർ ബാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ നിൽക്കുന്ന കോലത്തിലാണ് ഇരിക്കുന്നത്. സൺലൈറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് വന്നിരുന്നുകൊണ്ട് അവിടെ ഒരു സൺലൈറ്റ് അടിച്ച് മൊത്തത്തിൽ ഗ്രീനിഷ് ലൈറ്റ് ആയി പോയത്. പിന്നെ ഞാൻ ലെൻസ് ഇട്ടു. ഐ ഷെയറിൻ്റെ 1 ഇയർ ഡിസ്പോസിബിൾ ആണ്. അതൊരു കാര്യമായി. ബ്ലൂ ലെൻസാണ് ഇട്ടേക്കുന്നത്. ഗ്രീൻ ലൈറ്റ് കാരണം നിങ്ങൾക്ക് ബ്ലൂ ലെൻസാണ് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇത് ഗുഡ് വൈബ്സിൻ്റെ സീറമാണ്. കണ്ടിന്യൂസ് ആയിട്ടൊരു എനിക്ക് തോന്നുന്നു 1 ഇയർ ആയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ടുള്ള ഒരു സീറമാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഇതൊന്ന് ഡ്രൈ ആവുന്ന ടൈമിൽ ഞാൻ എടുത്തതാണ് ഈ ഒരു സ്റ്റിക്കർ ടാറ്റൂസ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടേക്കാമേ. പിന്നെ എൻ്റെ കൺസീലർ, മാഴ്സിൻ്റെ കൺസീലറാണിത്. യൂസ് ചെയ്ത് തന്നെ കൊന്ന് വെച്ചേക്കുവാണ്. അത്രത്തോളം ഞാനതിനെ യൂസ് ചെയ്യുന്നുണ്ട്. പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്തൊക്കെ ഞാൻ കണ്ടിന്യൂസ്ലി ഇതുപോലുള്ള ഫങ്ഷൻസൊക്കെ വരുമ്പോൾ മേക്കപ്പൊക്കെ ഇടുന്ന ടൈമിൽ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഞാൻ ഫൗണ്ടേഷൻ അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ്. പകരം ഞാൻ കൺസീലർ തന്നെയാണ് അതിൻ്റെയും കൂടെ ഒരു എഫക്റ്റ് കൊടുത്ത് ചെയ്യുന്നത്. അപ്പോൾ പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്തൊക്കെ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒരു സ്പഞ്ച് യൂസ് ചെയ്ത് നമുക്ക് ഒന്ന് ഡാബ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് സ്കിന്നിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരിച്ചിരി നേരം ടൈം എടുത്ത് ബ്ലെൻഡ് ചെയ്യണം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ഉറപ്പാവുന്ന ടൈമിൽ നമുക്ക് കോണ്ടർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ കോണ്ടറിങ്ങിന് എടുത്തേക്കുന്നത് എൻ്റെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. കാരണം എൻ്റെ കോണ്ടർ കാണുന്നില്ല, എവിടെ വെച്ചെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. സോ ഞാനൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വെച്ച് കോണ്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്രഷാണ് ഞാൻ യൂസ് ചെയ്ത് ഐ ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. സോ ഒരു സൈഡിൽ ഡാർക്ക് ഷെയ്ഡും ഒരു സൈഡിൽ ലൈറ്റ് ഷെയ്ഡും എടുത്തിട്ടുണ്ട്. ലൈറ്റ് ഷെയ്ഡാണ് ആദ്യം നമ്മുടെ കണ്ണിൻ്റെ ഒരു എൻഡിൽ അപ്ലൈ ചെയ്യുന്നത്. ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലും സെൻറ്ററിലായിട്ട് നമ്മൾ ഹൈലൈറ്ററും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു നല്ല ഐ ഷെയ്ഡ് കിട്ടും. അതിനുശേഷം കണ്ണെഴുതുക. എനിക്ക് കണ്ണെഴുതാതെ ഒരു പരിപാടി നടക്കില്ല. കണ്ണെഴുതിയില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു കുറവ് പോലെ ഫീൽ ചെയ്യും. അല്ലെങ്കിലേ ഒരു ഫീല് വരത്തില്ല. ചില ദിവസം എൻ്റെ മുഖമൊക്കെ കാണുമ്പോൾ ഒരുമാതിരി ഉറക്കത്തുനിന്ന് എണീറ്റ് വന്നൊരു ഫീല് വരും. പിന്നെ കണ്ണിൻ്റെ താഴെ ചെറിയൊരു ബ്രഷ് യൂസ് ചെയ്ത് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക ചെയ്ത് ഡാർക്ക് കളർ ഇട്ടിട്ട്. പിന്നെ ഐബ്രോ നല്ലപോലെ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുത്തു. ഈ ഐബ്രോസ് എപ്പോഴും ചെയ്ത് കഴിയുമ്പോഴേ ചിലർ പറയും എത്ര ചെയ്തിട്ട് ഐബ്രോസ് ക്ലീൻ ആയില്ല എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സംഭവമാണ് വൈറ്റ് ഐ ഷാഡോ എടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഐബ്രോസ് എടുത്തറിയും. കണ്ടോ, കാണുന്നുണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ. അപ്പോൾ അറിയാൻ പറ്റുന്നില്ലേ ആ ഒരു എടുത്ത് കാണിക്കുന്നതായിട്ട്. പിന്നെ ഇതുപോലെ ഞാൻ നോർമൽ നമ്മുടെ ടാക്കം പൗഡർ ഇല്ലേ അത് തന്നെയാണ് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തത്. പിന്നെ അതിനുശേഷം ഒരു ബ്ലൂ കളർ ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഒരു ഐലൈനർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ക്രിസ്മസിൻ്റെ ഷൂട്ടല്ലേ, അപ്പോൾ ജസ്റ്റ് ഇടയ്ക്ക് ഞാൻ ബ്ലൂ കളർ ഐലൈനർ എഴുതാറുണ്ട്. സോ ബ്ലാക്കിൻ്റെ മീതെ തന്നെ ചെറുതായിട്ട് ആ ഗ്ലിറ്റർ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് കൊളോസൽ കാജലിൻ്റെ മസ്കാരയാണ്. കോമൺലി എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല വോളിയമായിട്ട് ഐലാഷസ് തോന്നാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ബ്രൈഡഡ് ആയിട്ടുള്ള ഹെയർ ആണ്. ഇതാണ് എൻ്റെ മെയിൻ എന്ന് വേണം പറയാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ ഹെയറിൽ ഞാനൊരു ലൈറ്റ് ബ്രൗൺ കളർ ഹെയർ സ്പ്രേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ നന്നായിട്ട് സ്പ്രേ ചെയ്തെടുത്തു. ജസ്റ്റ് കുറച്ച് നേരം എടുത്തു കേട്ടോ ഒന്ന് സ്പ്രേ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു വൈറ്റിഷ് ബ്രൗൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു ഫീലേ വരുന്നുള്ളൂ. ഞാൻ ഈ ബ്രൈഡഡ് ആയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് എടുത്തത് കൊണ്ട് തന്നെ ഹെയർ ഓപ്പൺ ചെയ്യുമ്പോൾ ഭയങ്കര ഷൈനിങ് ആയിട്ട് ഫീൽ ചെയ്യും. അതായത് ഞാനിത് മൊത്തം അഴിച്ച് കഴിഞ്ഞിട്ട് കോംബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഹെയർ ഭയങ്കര ഓയിലി പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അത് ശരിക്കും ഈ സ്പ്രേ അടിച്ചേക്കുന്നത് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഇത് ഹെയർ കളർ സ്പ്രേ ആണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹെയറിന് ഇത് ഡാമേജ് ഒന്നും വരത്തില്ല. ഇത് വാഷ് ചെയ്യുമ്പോൾ പോകുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കുളിക്കുമ്പോൾ ഈ കളറൊക്കെ അങ്ങ് പോകും. ഇത് ഓയിലല്ല, കണ്ടോ, ഒരു ഓയിലിട്ട കളറാണ് നോക്കണ്ടിലും കാണുക. പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടോ വെറുതെ വെച്ച് നോക്കിയതാണ്. ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി വന്നു. അതിനുശേഷം എൻ്റെ ചെയിൻ കണ്ടോ, ഇതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ചെയിൻ. 2 ലവ് ഇങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇയർ റിങ്സും അതിൻ്റെ തന്നെ ഒരു 3 ലവ് കോർത്തിട്ടേക്കുന്നതാണ് അതിൻ്റെ ഇയർ റിങ്സ് വന്നിരിക്കുന്നത്. പിന്നെ ഞാനൊരു
പ്രസ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് പ്രീ ഗ്ലൂഡ് ഫാൻറ്റസി നെയിൽസ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു. ഇത് നമ്മൾ ലിപ്സ്റ്റിക് മിക്സിങ് ഭയങ്കരമായിട്ട് ഹിറ്റായി നിൽക്കുമല്ലേ, ആ ഒരു ടൈമിൽ ഞാൻ വാങ്ങിയ പാലറ്റാണ്. സോ അതിൽ നിന്ന് ആദ്യം റെഡ് ഇട്ടു, അതിനുശേഷം ഞാൻ ബോർഡറായിട്ട് ഒരു ഇച്ചിരി കടുപ്പത്തിൽ ബ്ലാക്ക് ഇട്ടു. എനിക്കൊരു ബ്ലാക്ക് ഷ്രെഡ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇച്ചിരി ബ്ലാക്ക് കൂടിപ്പോയപ്പോൾ ഞാൻ കുറച്ച് പിങ്ക് കൂടെ ഇട്ടപ്പോൾ ഈ ഒരു കളർ കിട്ടി. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നാച്ചുറൽ ലുക്കും ഉണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട് ലിപ്സിന്. എന്തായാലും ഇത്രയാണ്. പിന്നെ ഇതിനൊരു വെറൈറ്റി ആയിട്ടും ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണെന്നല്ലേ, ഇതെന്താണെന്നറിയാമോ, ഒരു കുഞ്ഞ് നായ്ക്കുട്ടി കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിഞ്ഞ് എടുത്തിട്ട് പോന്നു, അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട്. ഞാനിത് ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് സ്പ്രേ ചെയ്തപ്പോഴാണ് അറിയുന്നത് അടിപൊളിയായിട്ടുള്ള സെൻറ്റാണിത്. അപ്പോൾ പിക്ചേഴ്സ് എല്ലാം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.